ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ MA ഹിസ്റ്ററിയുടെ സിലബസാണ് നമ്മൾ നോക്കുന്നത്. 2022 അഡ്മിഷൻ പ്രകാരമുള്ള സിലബസ്. സെമസ്റ്റർ 1 ഏതൊക്കെ പേപ്പറാണെന്ന് നോക്കാം. മെത്തേഡ് ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്, പ്രീ മോഡേൺ കേരള, പ്രോബ്ലംസ് ആൻഡ് പെർസ്പെക്റ്റീവ്സ്, Problems, Perspectives and Debates in Indian History, Early Bronze and Iron Age Civilizations. ഇതൊക്കെയാണ് കോർ സബ്ജക്റ്റുകളായിട്ടുള്ളത്. മെത്തേഡ് ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്, നെക്സ്റ്റ് പ്രീ മോഡേൺ കേരള, പ്രോബ്ലംസ് ആൻഡ് പെർസ്പെക്റ്റീവ്സ്, നെക്സ്റ്റ് പ്രോബ്ലംസ്, പെർസ്പെക്റ്റീവ്സ് ആൻഡ് ഡിബേറ്റ്സ് ഇൻ ഏർലി ഇന്ത്യൻ ഹിസ്റ്ററി, ദെൻ ഏർലി ബ്രോൺസ് ആൻഡ് അയൺ ഏജ് സിവിലൈസേഷൻസ്. ഇനി ഓഡിറ്റ് പേപ്പറായിട്ട് വരുന്നത് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെൻറ്റ്. ഈ 2 പേപ്പറാണ് വരുന്നത്. സെക്കൻഡ് സെമ്മിൽ ഹിസ്റ്ററി ആൻഡ് തിയറി, ഹിസ്റ്ററി ഓഫ് മോഡേൺ കേരള, പ്രോബ്ലംസ് ആൻഡ് പെർസ്പെക്റ്റീവ്സ്, സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി ഇൻ മിഡീവൽ ഇന്ത്യ, സെലക്ടഡ് പ്രോബ്ലംസ് ഓഫ് മിഡീവൽ ആൻഡ് മോഡേൺ വേൾഡ് ഹിസ്റ്ററി. ഇതൊക്കെ കോർ പേപ്പേഴ്സാണ്. നെക്സ്റ്റ് ഇന്ത്യൻ ന്യൂമിസ്മാറ്റിക്സ് ഓർ ആർക്കീവൽ സ്റ്റഡീസ് ഓർ പെർസ്പെക്റ്റീവ്സ് ഓൺ മ്യൂസിയോളജി. ഓഡിറ്റ് എന്നതിൽ വരുന്ന പേപ്പേഴ്സാണിത്. നമ്മുടെ സെമസ്റ്റർ 3 പെർസ്പെക്റ്റീവ്സ് ഓൺ കൊളോണിയലിസം ഇൻ ഇന്ത്യ, ഡിസ്കോഴ്സസ് ഓൺ ഇന്ത്യൻ നാഷണാലിസം, കോർ പേപ്പേഴ്സാണ്. ഇനി എലക്റ്റീവ്സിൽ ഗ്രൂപ്പ് 1 വരുന്നത് എമേർജിംഗ് ട്രെൻഡ്സ് ഇൻ ഏർലി ഇന്ത്യൻ ഹിസ്റ്ററി, പെർസ്പെക്റ്റീവ്സ് ആൻഡ് ഡിബേറ്റ്സ് ഓൺ ഏർലി തമിഴകം, നോളജ് ആൻഡ് കൾച്ചർ ഇൻ ഏർലി ഇന്ത്യ. ഇത് എലക്റ്റീവ് പേപ്പേഴ്സാണ്. അതിൻ്റെ ഗ്രൂപ്പ് 2 സെലക്റ്റഡ് തീംസ് ഇൻ എക്കണോമിക് ഹിസ്റ്ററി ഓഫ് മിഡീവൽ ഇന്ത്യ, ഈസ്തറ്റിക് ട്രഡീഷൻസ് ഓഫ് മിഡീവൽ ഇന്ത്യ, റീസെൻറ്റ് പെർസ്പെക്റ്റീവ്സ് ഓൺ സോഷ്യൽ ഹിസ്റ്ററി ഓഫ് മിഡീവൽ കേരള. ഈ 3 പേപ്പേഴ്സാണ് വരുന്നത്. ഗ്രൂപ്പ് 3 സോഷ്യൽ മൂവ്മെൻറ്റ്സ് ഇൻ മോഡേൺ ഇന്ത്യ, എക്കണോമിക് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ, ജെൻഡർ ആൻഡ് കാസ്റ്റ് ഇൻ മോഡേൺ ഇന്ത്യ. ഈ 3 പേപ്പേഴ്സാണ് വരുന്നത്. ഇനി സെമസ്റ്റർ 4 വരുന്നത് പ്രോബ്ലംസ് ആൻഡ് ഡിബേറ്റ്സ് ഇൻ കണ്ടംപററി ഇന്ത്യ, സെലക്റ്റഡ് തീംസ് ഇൻ പ്രീ മോഡേൺ സൗത്ത് ഇന്ത്യ. ഇത് കോർ സബ്ജക്റ്റുകളാണ്. ദെൻ ഗ്രൂപ്പ് 1 എലക്റ്റീവ്സ് ആർക്കിയോളജി, തിയറി ആൻഡ് പ്രാക്ടീസ്, ഹ്യൂമൻ ജിയോഗ്രഫി, സയൻസ് ആൻഡ് ടെക്നോളജി ഇൻ മിഡീവൽ ഇന്ത്യ, പെർസ്പെക്റ്റീവ്സ് ഓൺ എൻവയോൺമെൻറ്റൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. അതിൻ്റെ ഗ്രൂപ്പ് 2 വരുന്നത് ഇന്ത്യൻ എപ്പിഗ്രാഫി, ഇന്ത്യൻ ലിറ്ററേച്ചർ ഇൻ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്സ്, ഓറൽ ഹിസ്റ്ററി ഓഫ് കേരള, ആർക്കീവൽ സ്റ്റഡീസ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ ഇൻ ഇന്ത്യ. അപ്പം നമുക്ക് ഫസ്റ്റ് സെമ്മിൽ വരുന്ന സബ്ജക്ട്സ് ഏതൊക്കെയാണ്? മെത്തേഡ് ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്, പ്രീ മോഡേൺ കേരള, പ്രോബ്ലംസ് ആൻഡ് പെർസ്പെക്റ്റീവ്സ്, പ്രോബ്ലംസ്, പെർസ്പെക്റ്റീവ്സ് ആൻഡ് ഡിബേറ്റ്സ് ഇൻ ഏർലി ഇന്ത്യൻ ഹിസ്റ്ററി, ഏർലി ബ്രോൺസ് ആൻഡ് അയൺ ഏജ് സിവിലൈസേഷൻസ്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഓർ ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെൻറ്റ്. ഇനി സെക്കൻഡ് സെമ്മിൽ വരുന്നത് ഹിസ്റ്ററി ആൻഡ് തിയറി, ഹിസ്റ്ററി ഓഫ് മോഡേൺ കേരള, പ്രോബ്ലംസ് ആൻഡ് പെർസ്പെക്റ്റീവ്സ്, സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി ഇൻ മിഡീവൽ ഇന്ത്യ, സെലക്ടഡ് പ്രോബ്ലംസ് ഓഫ് മിഡീവൽ ആൻഡ് മോഡേൺ വേൾഡ്, ഇന്ത്യൻ ന്യൂമിസ്മാറ്റിക്സ്, ആർക്കീവൽ സ്റ്റഡീസ്, പെർസ്പെക്റ്റീവ്സ് ഓൺ മ്യൂസിയോളജി. നെക്സ്റ്റ് തേർഡ് സെമ്മിൽ വരുന്നത് പെർസ്പെക്റ്റീവ്സ് ഓൺ കൊളോണിയലിസം ഇൻ ഇന്ത്യ, ഡിസ്കോഴ്സസ് ഓൺ ഇന്ത്യൻ നാഷണാലിസം. ഗ്രൂപ്പ് 1 എമേർജിംഗ് ട്രെൻഡ്സ് ഇൻ ഏർലി ഇന്ത്യൻ ഹിസ്റ്ററി, പെർസ്പെക്റ്റീവ്സ് ആൻഡ് ഡിബേറ്റ്സ് ഓൺ ഏർലി തമിഴകം, നോളജ് ആൻഡ് കൾച്ചർ ഇൻ ഏർലി ഇന്ത്യ. ഗ്രൂപ്പ് 2 സെലക്റ്റഡ് തീംസ് ഇൻ എക്കണോമിക് ഹിസ്റ്ററി ഓഫ് മിഡീവൽ ഇന്ത്യ, ഈസ്തറ്റിക് ട്രഡീഷൻസ് ഓഫ് മിഡീവൽ ഇന്ത്യ, റീസെൻറ്റ് പെർസ്പെക്റ്റീവ്സ് ഓൺ സോഷ്യൽ ഹിസ്റ്ററി ഓഫ് മിഡീവൽ കേരള. ഗ്രൂപ്പ് 3 വരുന്നത് സോഷ്യൽ മൂവ്മെൻറ്റ്സ് ഇൻ മോഡേൺ ഇന്ത്യ, എക്കണോമിക് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ, ജെൻഡർ ആൻഡ് കാസ്റ്റ് ഇൻ മോഡേൺ ഇന്ത്യ. എലക്റ്റീവ് പേപ്പേഴ്സാണ്. സെമസ്റ്റർ 4 പ്രോബ്ലംസ് ആൻഡ് ഡിബേറ്റ്സ് ഇൻ കണ്ടംപററി ഇന്ത്യ, സെലക്റ്റഡ് തീംസ് ഇൻ പ്രീ മോഡേൺ സൗത്ത് ഇന്ത്യ. ഗ്രൂപ്പ് 1 വരുന്നത് എലക്റ്റീവ്സിൻ്റെ ഗ്രൂപ്പ് 1 ആർക്കിയോളജി, തിയറി ആൻഡ് പ്രാക്ടീസ്, ഹ്യൂമൻ ജിയോഗ്രഫി, സയൻസ് ആൻഡ് ടെക്നോളജി ഇൻ മിഡീവൽ ഇന്ത്യ, പെർസ്പെക്റ്റീവ്സ് ആൻഡ് എൻവയോൺമെൻറ്റൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. ഗ്രൂപ്പ് 2 ഇന്ത്യൻ എപ്പിഗ്രാഫി, ഇന്ത്യൻ ലിറ്ററേച്ചർ ഇൻ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്സ്, ഓറൽ ഹിസ്റ്ററി ഓഫ് കേരള, ആർക്കീവൽ സ്റ്റഡീസ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ ഇൻ ഇന്ത്യ. ഒരു പ്രോജക്റ്റ് വർക്കും ഒരു വൈവയും വരുന്നുണ്ട്. ഇതിൽ കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു എലക്റ്റീവ് തിരഞ്ഞെടുക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ MA ഹിസ്റ്ററിയുടെ സിലബസ്. ഇനി നമ്മൾ തുടങ്ങി വെച്ച സെക്കൻഡ് സെമസ്റ്ററിലെ ഹിസ്റ്ററി ആൻഡ് തിയറി എന്നതിൻ്റെ
സെക്കൻഡ് പാർട്ടുമായിട്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.